കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ഭരണത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും സ്വീകരിച്ചതെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കായംകുളം മണ്ഡല വികസന ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു എം.എൽ.എ. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുമുന്നണിയുടെ ഭരണത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും സ്വീകരിച്ചതെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കായംകുളം മണ്ഡല വികസന ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു എം.എൽ.എ. ലോകത്ത് വേറെങ്ങും ഇതുപോലൊരു ഗവൺമെന്റ് ഇല്ല കേട്ടോ. പ്രചരണ ജാഥയുടെ ഭാഗമായോ വികസന ജാഥയുടെ ഭാഗമായിട്ടോ പറയുകയല്ല. ലോകത്തെങ്ങുമില്ല കേരളത്തിലെ ഈ ഗവൺമെന്റിനെ പോലൊരു ഗവൺമെന്റ്. കോൺഗ്രസ്സുകാർക്കൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത് തള്ളുവാന്ന് പറയും. അത് അസ്വസ്ഥത കൊണ്ട് പറയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഒരു മെസ്സേജ് 1000 രൂപ എനിക്കും കിട്ടിയിട്ടോ. എന്തൊരു സന്തോഷമാണെന്നറിയോ. ഒരു 1000 രൂപ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മറ്റ് പെൻഷനൊന്നും കിട്ടുന്നില്ലെങ്കിൽ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറാണെന്ന് വെച്ചാൽ ചെറിയ കാര്യമാണ്. ചെറുപ്പക്കാർ ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഒരു പെട്രോൾ അടിക്കാൻ 10 രൂപ ചോദിക്കേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ഗവൺമെന്റ് ഈ കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ലോകത്ത് മറ്റെങ്ങും ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് നമ്മൾക്കറിയാം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മളെല്ലാം ക്യാമ്പയിൻ ചെയ്തിരുന്നു. പണ്ട് കാലത്ത് വിളിച്ച് ചോദിക്കുമായിരുന്നു, എവിടെയെങ്കിലും ഇനി പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഒരു ഗവൺമെന്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണ്. പാവപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തവരുണ്ടോ? ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഭക്ഷണത്തിന്റെ രൂപത്തിൽ എത്തുന്നുവെന്ന് പറഞ്ഞ ഗവൺമെന്റ് 2021 അവിടെയാണ് തുടങ്ങിയത്. അവിടെ തുടങ്ങി ഇന്ന് 5.25 ലക്ഷത്തോളം മനുഷ്യർക്ക് തലചായ്ക്കാനായിട്ട് സുരക്ഷിത പാർപ്പിടമൊരുക്കി നവകേരളം സൃഷ്ടിച്ച് 42 ലക്ഷത്തിലധികം മനുഷ്യർക്ക് സൗജന്യമായി ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ ചികിത്സ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വീണാ ജോർജ് മിനിസ്റ്റർ ഞാനും കൂടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ് ഈ 18 ലക്ഷം പേരെ കൂടെ അതിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ്. 500-ലധികം ആശുപത്രികളാണ് അതിൽ. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഈ ഏതെങ്കിലും 10 ആശുപത്രിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആൾക്കാർ ഇത് പ്രചരണം ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കായംകുളം മണ്ഡലത്തിൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. റോഡും പാലവും ആശുപത്രികളും സ്കൂളുകളും അങ്കണവാടികളും എന്നിവയെല്ലാം ഉന്നത നിലവാരത്തിൽ എത്തിക്കാൻ സാധിച്ചു. CDNet ന്യൂസ്, ദേവികുളങ്ങര.